പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ഒരാൾ സാലറിഡ് ആണ്, അയാളുടെ സാലറി ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ 5 lakhിൻ്റെ ഇടയിലാണ്. അപ്പോൾ ഇയാളുടെ സാലറി ഇയാളുടെ ടാക്സ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ 5% ഒക്കെയാണ്. പക്ഷേ അയാൾക്ക് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അയാളുടെ പെർസെൻറ്റേജ് അത് 5% ആയിരിക്കുമോ അതോ? അല്ല, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നതും ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ. ക്യാപിറ്റൽ ഗെയിനെ രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 20% സ്ലാബ് റേറ്റിൽ സെപ്പറേറ്റ് ആണ് ടാക്സ് ആവുന്നത്. അത് ഈ എംപ്ലോയിയുടെ സാലറി ടാക്സ്, അത് പ്രോപ്പർട്ടിയുടെ. അപ്പോൾ നമ്മുടെ സാലറിയുടെ സ്ലാബ് റേറ്റിലല്ല ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആയിരുന്നു, സെപ്പറേറ്റ് 20% ടാക്സ് ആവും. അതേസമയം ഷെയർ ആണെങ്കിൽ 10%ലാണ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ. ഷെയർ വിട്ടെന്ന് കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ അത് 10%ാണ് ടാക്സ് ആവുന്നത്. ഓക്കെ, പക്ഷേ ഒരു 1 lakh വരെ ഫ്രീ ആയിട്ടുണ്ട്. ഷെയർ വിൽക്കുന്നതിനാണെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, അതനുസരിച്ചാണെങ്കിൽ നമുക്ക് 1 lakh വരെ നമുക്ക് എക്സംഷൻ ഉണ്ട്. പക്ഷേ ഇതെല്ലാം കറക്റ്റായിട്ട് ഡിക്ലെയർ ചെയ്യണം. എന്തൊക്കെ ഇൻകം ഉണ്ടോ അതെല്ലാം ഡിക്ലെയർ ചെയ്യുന്നതാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക എന്ന് പറയുന്നത്. ഒരു വർഷത്തിൽ അവർക്ക് എന്തൊക്കെ ഇൻകം ഓരോ വർഷം ജനറേറ്റ് ചെയ്തിട്ടുണ്ടോ അത് മുഴുവൻ ഇൻകം ടാക്സ് റിട്ടേൺ വഴി നമ്മൾ ഡിക്ലെയർ ചെയ്യുക. അങ്ങനെയാണ് അതൊരു ടാക്സ് പെയ്ഡ് മണി ആവുക. ഇപ്പം എക്സംപ്റ്റഡ് ഇൻകം, ഉദാഹരണത്തിന് അഗ്രികൾച്ചർ ഇൻകം ആണെങ്കിൽ നമുക്ക് ടോട്ടലി എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ അഗ്രികൾച്ചർ ഇൻകം അങ്ങനെ എക്സംപ്റ്റഡ് ആയിട്ടുള്ള ടാക്സ് ഫ്രീ ആയിട്ടുള്ള ഏതെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ അതും നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം. ഇപ്പോൾ ഒരു കമ്പനിയിൽ നിന്ന് ഡിവിഡൻഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഡിവിഡൻഡ് നമുക്ക് എക്സംപ്റ്റഡ് ആണ്, എക്സംപ്റ്റഡ് ഇൻകം ആണ് ഡിവിഡൻഡ്. പക്ഷേ അത് ഡിവിഡൻഡും കറക്റ്റായിട്ട് അവിടെ ഡിക്ലെയർ ചെയ്ത് പോയെങ്കിൽ മാത്രമേ നമ്മുടെ ഇൻകം ടാക്സ് റിട്ടേൺ സബ്മിഷൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ.